ഹായ് ഗൈസ്, ഇതെന്താന്ന് മനസ്സിലായോ? നമ്മുടെ മാങ്ങയാണ് കേട്ടോ. ഇപ്പൊ മാങ്ങ സീസൺ ഒക്കെ അല്ലേ. അപ്പൊ എല്ലാവരും വീട്ടിലും മാങ്ങയൊക്കെ കാണുമായിരിക്കല്ലേ. അപ്പൊ നമ്മൾ മാങ്ങ അച്ചാറിടാറുണ്ട്, ഉപ്പിലിടാറുണ്ട്. പക്ഷെ ഇതൊരു മാങ്ങ പെരട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ള ഒരു മാങ്ങയച്ചാർ രീതിയിൽ, മാങ്ങയച്ചാറല്ല എന്നാലും നമ്മൾ മാങ്ങ പെരട്ടി എടുക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇത് ഉണ്ടാക്കി നോക്കാത്ത എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ അതിനായിട്ട് ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മാങ്ങ ദാ ഇതേ രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ മാങ്ങയും കൂടി അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് വെന്ത് പോവല്, ചെറിയ രീതിയിൽ ഒന്ന് വെന്ത് വരുന്നത് വരെ നോക്കി നിൽക്കുക കേട്ടോ. കരിഞ്ഞും പോവലും കേട്ടോ. നല്ലപോലെ വെന്ത് പോയാലും കൊള്ളില്ല, ചെറിയ ഒരു രീതിയിൽ വെന്ത് വരണം കേട്ടോ. രണ്ട് രീതിയിൽ നമുക്ക് ഇതേപോലെ മാങ്ങ ചെയ്യാം കേട്ടോ. ഒന്ന് ഇതേപോലെ എണ്ണയിൽ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. രണ്ടാമത്തെ വേറെ ഒന്നുമല്ല, നമ്മൾ ചൂടുവെള്ളത്തിൽ മാങ്ങ ഇട്ടിട്ട് ഇതേപോലെ ചെറിയ വേവാക്കി എടുക്കാം കേട്ടോ. അപ്പൊ രണ്ട് രീതിയിൽ ഈ മാങ്ങ പെരട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് കടുക് ആവശ്യമുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ടേ. ഇതിനായിട്ട് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കടുക്, കുറച്ച് കറിവേപ്പില, അതേപോലെ തന്നെ കുറച്ച് വറ്റൽമുളക്. എന്നിട്ട് ഇതിനെല്ലാം കൂടി മിക്സിന്റെ ജാറിലിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് മാങ്ങയാണ് കേട്ടോ, നമ്മുടെ പകുതി വെന്തിട്ടുള്ള മാങ്ങയാണ് ഇത്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഉപ്പുണ്ട്, പിന്നെ കുറച്ച് കായപ്പൊടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുള്ള പൊടിയില്ലേ, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്ക് വറുത്തിട്ട് നമ്മൾ അരച്ചെടുത്തതാണ് കേട്ടോ ഇത്. അപ്പൊ ഇത്രയാണ് മസാലകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കായപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് വരത്തുള്ളേ. എന്നിട്ട് നല്ല രീതിയിൽ സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ നല്ല പോലെ ഒന്ന് ഇളക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഇത് ഉണ്ടാക്കി നോക്കാത്ത എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. ഉണ്ടാക്കുന്ന ദിവസം നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല, പക്ഷെ പിറ്റേ ദിവസമായിരിക്കും കേട്ടോ നല്ല മണവും ടേസ്റ്റും ആയിട്ട് ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. മാങ്ങയച്ചാറിനേക്കാളും കുറെ നാൾ കൂടി ഇത് പാഴാക്കി പോകാതെ ഇരിക്കും കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ മാങ്ങയൊക്കെ ഉള്ളപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ചീത്തയാകാതെ ഇരിക്കുന്നതായിരിക്കും. അപ്പൊ ഇഷ്ടമായാലും നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് നിങ്ങൾ എനിക്കൊന്ന് കമന്റ് ചെയ്തേക്കണേ. നിങ്ങളെ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കണതാണ് കേട്ടോ ഇത്.